ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആരാണ് ഭാഗ്യവാൻ? എന്താണ് ഭാഗ്യാവസ്ഥ? പണം, അധികാരം, സ്ഥാനമാനങ്ങൾ, പ്രശസ്തി, സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് കൂടുതലുണ്ടാവുക, പ്രശ്നരഹിതമായ ജീവിതം, ഇവയൊക്കെയാവാം പൊതുവെ ലോകം മനുഷ്യന്റെ ഭാഗ്യാവസ്ഥയെ അളക്കുന്ന അളവുകോൽ. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഇവരെല്ലാം യഥാർത്ഥമായും സന്തുഷ്ടരാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. എന്നാൽ യഥാർത്ഥ ഭാഗ്യാവസ്ഥ ലോകത്തിന്റെ മാനദണ്ഡങ്ങളിലല്ല, ദൈവരാജ്യ മൂല്യങ്ങളിലാണെന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വേദഭാഗത്തെ ഭാഗ്യവർണ്ണനയിലൂടെ യേശു വ്യക്തമാക്കുന്നു. സ്വാർത്ഥതയും മത്സരബുദ്ധിയും ഉന്നത ഭാവവും ഒക്കെ നിറഞ്ഞ ലോകത്തിൽ കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിലെ ഈ വചനങ്ങൾ വളരെ പ്രസക്തമാണ്. മാനുഷികമായ ചിന്തകൾക്ക് വിപരീതമായ പുതിയൊരു ജീവിത ശൈലി കാട്ടിത്തരികയാണ് കർത്താവ്. ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച് സ്വന്തം പാപങ്ങളെക്കുറിച്ച് അനുദപിക്കുകയും ലോകത്തിൽ നടമാടുന്ന അനീതികളെ ഓർത്ത് ദുഃഖിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. പ്രതികാര ചിന്തകൾക്ക് ഇടം കൊടുക്കാതെ ക്ഷമിക്കുവാനും സൗമ്യതയോടെ വർത്തിക്കുവാനും സാധിക്കണം. വിശുദ്ധിയോടെ നീതിയുക്തമായി പ്രവർത്തിക്കുവാൻ, കോപവും വൈരാഗ്യവുമൊക്കെ ഉപേക്ഷിച്ച് ആത്മീയമായി വളരാനും സ്വാർത്ഥത കൂടാതെ മറ്റുള്ളവരുടെയും നന്മയ്ക്കായി നിലനിൽക്കുവാനും കഴിയണം. ദൈവമൊഴികെ ആരും പൂർണ്ണരല്ല എന്ന് മനസ്സിലാക്കി മറ്റുള്ളവരുടെ കുറവുകളെ ക്ഷമിക്കുമ്പോൾ നമുക്കും കരുണ ലഭിക്കും. ദൈവത്തിന് ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകി ഏതു സാഹചര്യത്തിലും ഏത് വ്യക്തിയിലും ദൈവമുഖം ദർശിക്കുവാൻ, ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുവാൻ കഴിയണം. വിശുദ്ധ ഹൃദയത്തോടെ നിലനിൽക്കുവാനും സമാധാനം ആഗ്രഹിക്കുന്നവരും അതിനെ സൃഷ്ടിക്കുന്നവരുമായി ജീവിക്കുവാനും പ്രതിസന്ധികളിൽ പതറാതെ വിശ്വസ്തരായിരിക്കാനും സാധിക്കണം. ഇപ്രകാരം ജീവിതം നയിക്കുമ്പോൾ നാമും ഭാഗ്യവാന്മാർ എന്ന് വിളിക്കപ്പെടുകയും ദൈവം നൽകുന്ന ഭാഗ്യാവസ്ഥകൾ അനുഭവിക്കുകയും ചെയ്യുമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തീയ ജീവിത ശൈലി എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ മാതൃകയാക്കി ജീവിക്കുവാൻ സാധിക്കണം. ഇതൊരു മതാചാരമല്ല, മറിച്ച് ഹൃദയ പരിവർത്തനത്തിൽ നിന്ന് ആരംഭിക്കേണ്ട ദൈനംദിന ജീവിത രീതിയാണ്. ദൈവത്തോട് ചേർന്ന് നടക്കുകയും ആ സ്നേഹത്തിലും സത്യത്തിലും ജീവിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിത ശൈലി എന്ന് പറയാം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായത്തിലും പുതുക്കപ്പെട്ട ജീവിത രീതിയുടെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിൽ ആശ്രയം വയ്ക്കാതെ സ്വയത്തിൽ പുകഴുകയും ക്ഷമയും താഴ്മയും കരുണയും ഒക്കെ പേരിന് മാത്രം കൊണ്ടു നടക്കുകയും ചെയ്യുമ്പോഴാണ് സമൂഹത്തിൽ അക്രമങ്ങളും അനീതികളും അസമാധാനവും ഒക്കെ ദൈനംദിന വാർത്തകളാകുന്നത്. ക്രിസ്തു കാട്ടിത്തന്ന ഈ ജീവിതശൈലി പിൻപറ്റിയവരാരും ജീവിതത്തിൽ തളർന്നു പോയിട്ടില്ല. ലോകത്തിന്റെ ദൃഷ്ടിയിൽ അവർ ജീവിക്കാൻ അറിയാത്തവരായിരിക്കാം, എന്നാൽ ദൈവിക കൃപകളാൽ അനുഗ്രഹീതരായിരുന്നു അവർ എന്നതിൽ സംശയമില്ല. പാവങ്ങളുടെ അമ്മ എന്നറിയപ്പെട്ട മദർ തെരേസ, യശശരീരനായ അഡ്വക്കേറ്റ് സൈറസ് സാർ, ദയാഭായി എന്നറിയപ്പെടുന്ന മേഴ്സി മാത്യു, മിസ്സസ് ഗ്ലാഡിസ് ഗ്രഹാംസ്റ്റെയിൻ തുടങ്ങിയവരൊക്കെ ഇവരിൽ ചിലർ മാത്രം. ഇതിലുമധികം എത്രയോ പേർ നമ്മുടെ സമൂഹത്തിലും ചുറ്റുപാടുകളിലും ആരാലും അറിയപ്പെടാതെ ദൈവസന്നിധിയിൽ ക്രിസ്തുഭാവം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരുണ്ടാകാം. മീഖാ പ്രവചനം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഇന്ന് നമുക്കും ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കാം. സ്നേഹിതരെ, ദൈവമക്കൾ എന്ന നിലയിൽ അവൻ്റെ സ്നേഹം, മൂല്യങ്ങൾ, പഠിപ്പിക്കലുകൾ എന്നിവ പ്രതിഫലിക്കുന്ന അമൂല്യമായ ഒരു ജീവിത ശൈലിയിലേക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണോ അതോ ദൈവരാജ്യ മൂല്യങ്ങൾക്കനുസരിച്ചാണോ നാം ജീവിക്കുന്നത് എന്ന് ചിന്തിക്കാം. ഭൗതികമായി നമ്മുടെ കൈവശമുള്ളത് എന്താണെന്ന് ലോകം നോക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് എന്ന് മറന്നു പോകരുത്. ഒരുപക്ഷെ ഇതുവരെ ലോകപരമായിട്ടാവാം ഞാനും നിങ്ങളും ചിന്തിച്ചതും ജീവിച്ചതും. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് നന്മയുടെ മൂടുപടം അണിഞ്ഞിരിക്കാം. വിശുദ്ധിയുള്ളവരെന്ന് അഭിമാനിച്ച് ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും നിറച്ച് പുറമെ പുഞ്ചിരി അണിഞ്ഞിരിക്കാം. ദൈവത്തിൽ ആശ്രയിക്കുന്നുവെന്ന് മേനി നടിച്ച്
സമ്പത്തിലും ഉന്നത വിദ്യാഭ്യാസത്തിലും മറ്റു പലതിലും ആശ്രയിക്കുകയും പുകഴുകയും ചെയ്തിരിക്കാം. അനുകമ്പയോടും സ്നേഹത്തോടും വർത്തിക്കേണ്ടയിടത്ത് അസമാധാനം സൃഷ്ടിക്കുന്നവരും ക്ഷമിക്കുവാനാകാത്തവരുമായി തീർന്നിരിക്കാം. എന്നാൽ ഈ നോമ്പിൻ്റെ നാളുകളിൽ യഥാർത്ഥമായും ദൈവത്തിൽ ആശ്രയിച്ച് വിനയത്തോടെ, അനുതാപ ഹൃദയത്തോടെ, സൗമ്യതയുള്ളവരായി, നീതിക്കായി കാക്ഷിക്കുന്നവരായി നമുക്കും ജീവിച്ചു തുടങ്ങാം. സമസൃഷ്ടികളോടും കരുണയുള്ളവരായി, ക്ഷമിക്കുന്നവരായി, വിശുദ്ധിയോടെ, പ്രതിസന്ധികളിലും വിശ്വസ്തയോടെ നിലനിൽക്കാം. ആരാധനാലയങ്ങളിലും പൊതുവേദികളിലും മാത്രമല്ല, ഭവനത്തിലും വ്യക്തിജീവിതത്തിലും സമൂഹത്തിലും ശത്രുക്കളോടുള്ള സമീപനത്തിൽ പോലും ഈ ശൈലിയെ വെളിവാക്കാം. അതേ പ്രിയരെ, ക്രിസ്തീയ ജീവിതശൈലി വാക്കുകളാലല്ല, പ്രവൃത്തികളാൽ നമുക്കും പിന്തുടരാം. യിരെമ്യാ പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രാർത്ഥിക്കാം. കൃപയുള്ള കർത്താവേ, നിന്നിൽ മാത്രം ആശ്രയിച്ച് ലോകപരമായല്ല, ക്രിസ്തീയ ജീവിതശൈലി ഉൾക്കൊണ്ട് ജീവിപ്പാനും പ്രവർത്തിക്കുവാനും ഞങ്ങളെയും ഒരുക്കണമേ. ആമേൻ.